അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാണ്. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുക വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിന്റെ എല്ലാ ശത്രുക്കളുടെ മുന്നിൽ നിത്യം പിതാവും പുത്രനും
പരിശുദ്ധാത്മാവ് സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, പിന്നെ ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ ഉടമ്പടിയിൽ തന്നെയാണെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ട് ചെയ്യുക. എന്തൊക്കെയാണ്? ഒന്ന്, വിശ്വാസ കൈമാറ്റം അല്ലേ. രണ്ടാമത്തത് ആതുര സേവനം. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും, വിശ്വാസ കൈമാറ്റം 50 മാർക്കും ആതുര സേവനത്തിൽ 30 പോയിൻ്റ് എന്നാണ് കൊണ്ടുവരാം അല്ലേ. ഞാൻ എപ്പോഴും നിങ്ങൾ പറയണത്, വിശ്വാസ കൈമാറ്റത്തിൽ മറ്റുള്ളവർക്ക് വിശ്വാസം കൈമാറാൻ, കർത്താവിന് കൈമാറാൻ അതിന് 50 പോയിൻ്റ് ഉണ്ട്. പിന്നെ എന്തിനാണ് ആതുര സേവനത്തിന് പക്ഷേ 30 പോയിൻ്റേ ഉള്ളതെന്ന് പറയും. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാകത്തില്ല. ഇപ്പം ഞാനിപ്പോൾ ഇന്നലെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആതുര സേവനമല്ലേ പറഞ്ഞത്. ആതുര സേവനമല്ലേ വലുത്, അപ്പോൾ അതിനല്ലേ കൂടുതൽ പോയിൻ്റ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വാരിക്കോരി ആതുര സേവനത്തിന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, നിങ്ങളെ ആതുര സേവനത്തിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വിശ്വാസ കൈമാറ്റത്തിന് കൊടുക്കണം. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ആതുര സേവനത്തിനുള്ള പോയിൻറ്റും വിശ്വാസ കൈമാറ്റത്തിനുള്ള പോയിൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. കർത്താവ് ഇപ്പം എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് പക്ഷേ അനന്തരം രാജാവ് തൻ്റെ വലതുവശത്തുള്ളവരോട് പറഞ്ഞു, എന്താണ്? എൻ്റെ പിതാവിനാൽ എനിക്കെതിരെ വരുവിൻ, ലോകാരം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കുവിൻ. മത്തായി 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു അല്ലേ. ഞാൻ പരദേശിയായിരുന്നു, നിനക്ക് അഭയമല്ല. ഈ ആതുര സേവനങ്ങൾക്കെല്ലാം പ്രതിഫലം എന്താണ്? പ്രതിഫലം എന്ന് പറയുന്നത് 25:35. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിതരെ വരുവിൻ. എന്ത് ചെയ്യണം? വന്നിട്ട് എന്ത് ചെയ്യണം? ലോകാരംഭം മുതലൊക്കെ ഇരിക്കുന്ന രാജ്യം നിങ്ങൾ കൈവശമാക്കാൻ. അതാണ് വിഷയം. ഇപ്പം രാജ്യം കൈവശമാക്കാൻ വരത്തുള്ളൂ. പക്ഷേ വിശ്വാസം കൈമാറിയാലാ? വിശ്വാസം കൈമാറിയാൽ രാജ്യം കൈവശമാക്കുക അല്ല, അതിനേക്കാൾ വലുതാണ് വിശ്വാസം കൈമാറുന്ന. നോക്കിയേ, ഈ ചെറിയ കൽപ്പനകളിൽ അത് എത്ര ലഘുവായാലും അത് പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും. അതാണ് വ്യത്യാസം. കണ്ടില്ലേ? മത്തായി 5:19. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും വചനങ്ങൾ അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ എന്താ, ഇപ്പം ആതുര സേവനം ചെയ്യുമ്പോൾ ഞാൻ രോഗിയായത് നിങ്ങളെന്നെ ശുശ്രൂഷിച്ചു, എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷണം തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്ന് പറയുന്നവരോട് എന്താ പറയുന്നത്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹിതരെ വരുവിൻ, ലോകാരംഭം ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കാനേ പറയുന്നുള്ളൂ. പക്ഷേ വിശ്വാസം കൈമാറുകയും വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താ പറയണത്? നിങ്ങൾ സ്വർഗരാജ്യത്ത് വലിയവനായിരിക്കും എന്നാണ് പറയണത്. അതാണ് ഈ വലിയ പ്രതിഫലവും നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ. ചെറിയ പ്രതിഫലമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. അപ്പോൾ വിശ്വാസ കൈമാറ്റത്തിനാണ് ആതുര സേവനത്തിനേക്കാളും മേൽക്കൈയുള്ളത്, പോയിൻറ്റ്സ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഉടമ്പടി ഇത്രയും കത്താൻ കാര്യം, ഉടമ്പടി 50 പോയിൻ്റ് എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. സാക്ഷ്യപ്പെടുത്തുക, സാക്ഷ്യം മറ്റുള്ളവരോട് പറയുക, സാക്ഷ്യം എഴുതിയ പത്രങ്ങൾ വിതരണം ചെയ്യുക, ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. വിശ്വാസ കൈമാറ്റമാണ്. അപ്പോൾ വിശ്വാസ കൈമാറ്റം വന്നാൽ ഇഹത്തിലും പരത്തിലും നമുക്ക് ഭയങ്കരമായ കൃപയാണ്. അത് അറിഞ്ഞു വേണം നമ്മളതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പം ചിലർ വിചാരിക്കും, കാര്യങ്ങൾ അറിയാൻ പറ്റില്ലെങ്കിൽ വിചാരിക്കും ആതുര സേവനമാണ് ഏറ്റവും വലുത്. ആതുര സേവനത്തിന് 30 പോയിൻ്റ്, കിട്ടിയാൽ വിശ്വാസ കൈമാറ്റത്തിന് 50 പോയിൻ്റ് ആവേണ്ടത്. അപ്പം രണ്ടും ചെയ്യണം. ഉടമ്പടിയിലുള്ളവർ ആ ഉടമ്പടി പ്രകാരം രണ്ടും ചെയ്യണം. ദൈവസ്നേഹത്തോട് ചെയ്ത് വളരുക. എൻ്റെ പേര് ഡെന്നി. ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് ഈ തിരുസന്നിധിയിൽ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും അനന്തമായ നന്ദി, സ്തുതി, സ്തോത്രം. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം കിട്ടിയൊരു വലിയൊരു അനുഗ്രഹത്തെ പറ്റി പറയാനാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ 2019 ഉടമ്പടി ചെയ്തത്.
അപ്പോൾ ഞങ്ങൾ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വലിയ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഫിനാൻഷ്യലി നല്ല സ്ട്രോങ് ആയിരുന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോഴത്തേക്കും കയ്യിൽ പൈസയൊന്നും ഇല്ലാതെ നിന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അതിന് മുമ്പേ പോകുന്നായിരുന്നു. ഹസ്ബൻഡ് പിന്നെയാണ് വന്നത്. അപ്പോൾ ഞാനും എൻ്റെ പിള്ളേരും എൻ്റെ വീട്ടിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് തിരിച്ചു വന്നു. ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ, ജോലി എന്ന് വെച്ചാൽ അവിടെ നിന്ന് മലയാളി ഫോറിനേഴ്സിനെ പറഞ്ഞു വിടുന്ന ഒരു സമയമായപ്പോൾ അങ്ങനെ പറഞ്ഞു വിട്ട കൂട്ടത്തിൽ വന്നതായിരുന്നു. അപ്പോൾ വലിയ സേവിങ്സ് ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഹസ്ബൻഡിന് 2 അനിയന്മാരും അമ്മയാണുള്ളത്. അവിടുത്തെ ഡാഡി മരിച്ചു പോയായിരുന്നു. അത് കഴിഞ്ഞ് അനിയന്മാർ 2 ബാംഗ്ലൂർ സെറ്റിലാണ്, മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡും അമ്മയും മാത്രമായി അവിടെ. ഞങ്ങൾ എൻ്റെ വീട്ടിലും ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അങ്ങനെയായി. അപ്പോൾ ഹസ്ബൻഡിന് ജോലിയൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡ് സ്വത്ത് പാർട്ടീഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മമ്മി അത് സമ്മതിച്ചില്ല. മമ്മി പറഞ്ഞു ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അതിന് സമയമാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മമ്മിയും ഹസ്ബൻഡും തമ്മിൽ പ്രശ്നങ്ങളായി, വഴക്കായി, പിന്നെ കേസായി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് സ്കൂൾ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ 2 പേരും മിണ്ടത്തില്ല. പിന്നെ പയ്യെ കുക്കിങ്ങും വേറെയായി. ഒരാൾ വെക്കണത് ഒരാൾ കഴിക്കത്തില്ല, അങ്ങനെയായി. അത് കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കത് ശ്വാസം മുട്ടായിരുന്നു. 2 പേരും മിണ്ടാതെ ഇങ്ങനെ. അപ്പോൾ ഞാൻ മമ്മി വെക്കണതെല്ലാം എടുത്ത് തിന്നും. ആദ്യം തന്നെ പോയി എടുത്ത് കഴിക്കും. പിന്നെ ഞാൻ ഭക്ഷണം വയ്ക്കും, അപ്പോൾ മമ്മിയും കഴിക്കും. അങ്ങനെ ഞാൻ കൊണ്ട് ടേബിളിലെല്ലാം സെർവ് ചെയ്യുമ്പോൾ മമ്മിയും ഹസ്ബൻഡും എല്ലാവരും വന്നിരിക്കും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോരണ വരെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ പേരില്ലെങ്കിൽ അവർ വന്ന് ഭക്ഷണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച്. പക്ഷെ ഞാൻ പോകുന്ന കഴിയുമ്പോൾ പിന്നെയും പഴയ സ്ഥിതിയിലേക്കാവും. പിന്നെ ആ വഴക്കങ്ങ് മൂർച്ഛിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അനിയന്മാരും മമ്മിയും ഒരു സൈഡിൽ, ബാക്കി കുറേ ബന്ധുക്കൾ ഒരു സൈഡിൽ, ഹസ്ബൻഡ് തന്നെ വേറെ സൈഡിൽ, അങ്ങനെയൊക്കെയായി. അപ്പോൾ ഞാൻ ഒത്തിരി പറഞ്ഞു നോക്കിയിട്ടും അതിൽ നിന്ന് മാറാനായിട്ട് ഹസ്ബൻഡും കൂട്ടാക്കിയില്ല. പിന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ അമ്മ, വയസ്സായ അമ്മേനെ ഇങ്ങനെ ഷൗട്ട് ചെയ്യും. റേഷൻ കാർഡ് ഒരു പ്രാവശ്യം ഹസ്ബൻഡ് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് രണ്ടാമത് ഉണ്ടാക്കാനായിട്ട് മമ്മി പറഞ്ഞെങ്കിലും ഹസ്ബൻഡ് അത് ഉണ്ടാക്കിയില്ല. മമ്മി എന്നെ ഒരു റിലേറ്റീവിനെ വിളിച്ചുകൊണ്ടുപോയി 2ാമത് റേഷൻ കാർഡ് ഉണ്ടാക്കി. അപ്പോൾ പിന്നെ മോളുടെ പഠിത്തത്തിൻ്റെ എൻട്രൻസിന് അപ്ലൈ ചെയ്യേണ്ടി വന്നപ്പോൾ റേഷൻ കാർഡിൻ്റെ കോപ്പി വയ്ക്കണമായിരുന്നു. അപ്പോൾ മമ്മിയോട് ചോദിച്ചപ്പോൾ മമ്മി കൊടുത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് മമ്മീനെ ഷൗട്ട് ചെയ്തു. പിന്നെ ഒരു ദിവസം അങ്ങനെ അവർ തമ്മിൽ പ്രശ്നങ്ങളായി. ഇതുവരെയും ചെയ്യാത്ത മമ്മി പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയുടെ അതേ പറയണ അനുസരിച്ച് നടക്കുന്ന ഒരു മോനായിരുന്നു. കംപ്ലീറ്റ് ഓപ്പോസിറ്റായി ഈ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ. അങ്ങനെ ഒരു ദിവസം പിന്നെ ഹസ്ബൻഡിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് എല്ലാവരും പറഞ്ഞു. എന്നാൽ മാത്രം സ്വൈര്യത്തോട്, മമ്മിക്ക് വയസ്സായി, മമ്മി തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതറിഞ്ഞ് ഹസ്ബൻഡ് വേഗം ഒരു ലോഡ്ജിലേക്ക് മാറി. മമ്മി അവിടെ, ഞങ്ങളാണെങ്കിൽ എൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വേറെ എവിടെയെങ്കിലും താമസിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിന് സമ്മതമല്ലായിരുന്നു. കാരണം അവരെ കുടുംബത്തിൻ്റെ പേരും എല്ലാം നഷ്ടവും, വാടകയ്ക്ക് താമസിച്ചാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായി. പിന്നെ ഒരു കേസ് കൊടുക്കാനേ അവർക്ക് തമ്മിൽ വിഷമമുണ്ടായിരുന്നു. ഒരു കള്ളക്കേസാണ് മമ്മി കൊടുത്തു, ഹസ്ബൻഡും കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കേസാണ് കൊടുത്തത്. പിന്നെ അങ്ങോട്ട് 3 കോടതിയിലായിട്ട് ഇഷ്ടംപോലെ കേസുകൾ, ഒരു 6-7 കേസുകളുണ്ടായിരുന്നു 3 കോടതിയിലും. അപ്പോൾ ഹസ്ബൻഡ് എപ്പോഴും ഈ കേസിൻ്റെ പിന്നാലെ. ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ മിടുക്കനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യണത്. അപ്പോൾ പുള്ളി എല്ലാ നേരവും ഈ അഡ്വക്കേറ്റിൻ്റെ കൂടെ നടക്കലാണ്. വേറെ ഒരു കാര്യത്തിലേക്കും ഡൈവേർട്ട് ചെയ്ത്, ജോലിക്ക് പോകണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് മനസ്സ് പോവേയില്ല. വാശിയാണ്. എന്തെങ്കിലും പറയുമ്പോൾ പിന്നെ തൊട്ടനും പിടിച്ചനും എല്ലാത്തിനും കേസ്. അപ്പോൾ അതിന് മാറ്റാനായിട്ട് ഞാൻ നോക്കി. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. ഞങ്ങൾ ഒത്തിരി സംസാരിച്ച് നോക്കി. പക്ഷേ സംസാരിക്കുന്നതോറും അത് കൂടല്ലാതെ ഒട്ടും കുറയണില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞും ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നിയോഗമായിട്ട് വെച്ചിരുന്നു, 4ാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നു ഈ കാര്യം. അപ്പം ഇതിന് മുമ്പും പല പ്രാവശ്യം കുറേ ആൾക്കാർ ഇടപെട്ട് ഇവർ തമ്മിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ചർച്ച വയ്ക്കും. ചർച്ച കഴിഞ്ഞ് ഒന്നില്ലെങ്കിൽ ചർച്ചയുടെ ഇടയ്ക്ക് ചർച്ച അലസി പോകും, അല്ലെങ്കിൽ പിറ്റേ ദിവസം അവർ ചർച്ചയിലെല്ലാം എഗ്രിമെൻറ്റ് അങ്ങനെ ചെയ്യാൻ ധാരണയാവും. പക്ഷേ പിറ്റേ ദിവസം അത് മാറ്റി പറയും. അങ്ങനെയായിരുന്നു. അങ്ങനെ കുറേ പ്രാവശ്യം മാറിയിട്ടുണ്ട്. അങ്ങനെ കോടതിയിലുണ്ടായിരുന്ന, കോലഞ്ചേരി കോടതിയിലുണ്ടായിരുന്ന മജിസ്ട്രേറ്റ് മാറിപ്പോയി. അപ്പോൾ ഒരു ലേഡി മജിസ്ട്രേറ്റ് വന്നു. അങ്ങനെ കേസിന് വിധി പറയേണ്ട ഒരു സമയമൊക്കെ ആയി. അപ്പോൾ ലേഡി മജിസ്ട്രേറ്റ് പറഞ്ഞു, ഇനി നിങ്ങൾ അമ്മയും മക്കളും അല്ലേ, നിങ്ങൾ പറഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വക്കീൽ പറഞ്ഞു, ഒരു കാര്യം ഈ കോടതിയിൽ വെച്ച് പറഞ്ഞു നിൽക്കണ്ട, ഇവർ വീട്ടിൽ പോയി പറഞ്ഞു നിൽക്കാമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഒരു 2-3 മാസം മുമ്പ് ഞാനിങ്ങനെ, മമ്മിയാണെങ്കിൽ 80 വയസ്സായി, മമ്മിക്ക് 2 മുട്ടിലും വേദനയുണ്ട്. അപ്പോൾ മമ്മി ഇങ്ങനെ കോടതി കയറി മമ്മിക്ക് ഭയങ്കര ദേഷ്യ ഹസ്ബൻഡിന് അതുപോലെ തന്നെ. 2 കൂട്ടരും ഒട്ടും താഴില്ല. അപ്പോൾ ഞാൻ പറയാം, അമ്മയല്ലേ, അമ്മയുടെ മുമ്പിൽ നമ്മളല്ലേ താഴേണ്ട, മക്കളല്ലേ താഴേണ്ട, വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞാലൊന്നും ഒട്ടും വിട്ടു കൊടുക്കത്തില്ല. അങ്ങനെ ഞാനൊരു ദിവസം ബെഞ്ചിരിച്ച് ഉപ്പായിട്ട് ചെന്ന് ആരും കാണാതെ വീടിൻ്റെ 4 കോണിലും
വിശ്വാസപ്രമാണവും സ്വർഗസ്നായ പിതാവേയും കൃപ പറഞ്ഞ മറിയുമ്പോൾ എല്ലാം ചൊല്ലി 7 പ്രാവശ്യം ചൊല്ലി ഞാൻ ഉപ്പ് വിതറി. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ ഒരിക്കലും ഈ വയസ്സായ അമ്മ ഇനി കേസിൻ്റെ പേരിൽ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ അനുവദിക്കരുതേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പക്ഷേ പിറ്റേ 3 മാസം കഴിഞ്ഞപ്പം 3 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും കോടതിയിൽ കേസ് വന്നപ്പോൾ മമ്മി പോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെയും എൻ്റെ വീട്ടിൽ കൃപാസന മാതാവിൻ്റെ ആൾരൂപമുണ്ട്, മാതാവിൻ്റെ ഫോട്ടോയുടെ അടുത്തുനിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞിട്ടും കേട്ടിട്ട് അമ്മ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറയണതിന് മുമ്പ് തന്നെ അമ്മ പറഞ്ഞു, നീ സമാധാനമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അമ്മ എന്തോ ചെയ്യാൻ പോണ പോലെ എനിക്ക് തോന്നി, എന്താണെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ മാസം നവംബറിൽ 25-ാം തീയതി പിന്നെയും കേസിന് മീഡിയേഷൻ വെച്ചു. സാധാരണ അത് കോടതിയിലാണ് വെക്കാറ്, പക്ഷേ അത് വീട്ടിൽ തന്നെ വെച്ചു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി വീട്ടിൽ അങ്ങനെ ഒരു മീഡിയേഷൻ വെക്കുമ്പോൾ ആ വീടിൻ്റെ 4 കോണിൽ ഞാൻ ഉപ്പ് വിതറിയിട്ടുണ്ടല്ലോ, അപ്പോൾ അമ്മയുടെ വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള സാന്നിധ്യം വീടിൻ്റെ ഉള്ളിൽ, അവരുടെ ചർച്ചയ്ക്കുള്ളിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം തോന്നി. അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു. അമ്മയെ കോടതി കേട്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കേട്ടില്ലെങ്കിലും അത് ഇങ്ങനെയായിരുന്നു കേട്ടതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഹസ്ബൻഡ് വന്ന് എന്നോട് പറഞ്ഞു, എല്ലാ പ്രാവശ്യം പോലെ പിന്നെയും മീഡിയേഷൻ വെച്ചിട്ടുണ്ട്, ഇതും അലസി പിരിയും, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, വെറുതെ പോകാമെന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നിയിരുന്നു, അന്ന് പള്ളി ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇന്ന് മാതാവിൻ്റെ വചനപ്പ് പെരുന്നാളാണല്ലോ, മംഗളവാർത്ത കേട്ട ദിവസമല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മംഗളവാർത്ത കേൾക്കാൻ ഇടയാവണേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാനും അങ്ങനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ അന്ന് സൺഡേ ഒരു 4:30-ക്കാണ് മീഡിയേഷൻ വെച്ചിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് പോകാൻ നേരത്ത് ഞാൻ ഹസ്ബൻഡിൻ്റെ പോക്കറ്റിൽ കാശ് രൂപ ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു, അവർ പറയുമ്പോൾ പലതും പറയുമ്പോൾ ദേഷ്യം വരുമ്പോൾ പിന്നെയും പലതും സംസാരിക്കും. അങ്ങനെ ഈ ചർച്ചയും ഒരു തീരുമാനമാവത്തിൽ അലസി പിരിയും. അപ്പോൾ ഒന്നും മിണ്ടരുത്, എന്തെങ്കിലും മിണ്ടാൻ തോന്നുമ്പോൾ ഈ കാശ് രൂപത്തിൽ പിടിക്കണം, പോക്കറ്റിൽ പിടിച്ചാൽ മതി, ക്ഷമയ സാന്നിധ്യത്തോട് പ്രാർത്ഥനയോടെ ഇരിക്കണം എന്ന് പറഞ്ഞു വിട്ടു. അതുപോലെ ഹസ്ബൻഡ് ഒരു 6:30-7 മണിയായപ്പോൾ പറഞ്ഞു, വലിയൊരു അനുഗ്രഹമാണ്, ചർച്ച സെറ്റിലായി എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി പറഞ്ഞു, ഇങ്ങനെ സെറ്റിലായിട്ട് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ പിറ്റേ ദിവസം ഇനി എന്താ സംഭവിക്കണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ എന്നെ പ്രതീക്ഷിച്ച പോലെ പിറ്റേ ദിവസം അവരൊരു കണ്ടീഷൻ വെച്ചു, ഇനി വേറെ കുറേ സ്വത്തുകൾ കിടക്കണേൽ യാതൊരു അവകാശം ഞാൻ ഉന്നയിക്കില്ല എന്ന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെ ഞാൻ എഴുതത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരഞ്ഞു. പിന്നെയും ചെന്ന് മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു, മാതാവേ കേസ് സെറ്റിലായെന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഇങ്ങനെയാണല്ലോ പറയണേ. അപ്പോൾ തന്നെ മാതാവ് പറഞ്ഞു, ഇത് ഞാനായിട്ട് സെറ്റിൽ ചെയ്ത കേസാണ്, ഞാൻ ലോക്കിട്ട് പൂട്ടി താക്കോലിട്ട് താഴിട്ട് പൂട്ടിയ കേസാണ്, ഇത് നിൻ്റെ ഭർത്താവോ ബന്ധുക്കളോ വേറെ ആരോ വിചാരിച്ചാലും ഇത് തുറക്കാൻ പറ്റത്തില്ല, ഇത് ഞാനായിട്ട് ക്ലോസ് ചെയ്ത ഫയലാണ്, ഒരിക്കലും ഇത് തുറക്കാൻ പറ്റത്തില്ല, ഈ താഴ് തുറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു, ഈ കേസ് എന്തായാലും ഇനിയും തുടരുള്ളൂ കേസുകളെന്ന് ഹസ്ബൻഡ് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഒരിക്കലും അല്ല, മാതാവ് എന്നോട്, പക്ഷെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല, ഇത് എന്തായാലും ഈ കേസ് ക്ലോസ് ചെയ്ത് തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ച പോലെ തന്നെ പിറ്റേ ദിവസം അവർ പറഞ്ഞു, കുഴപ്പമില്ല, ആ കണ്ടീഷൻ ഞങ്ങൾ വിഡ്രോ ചെയ്തോളാം, കേസ് സെറ്റിലാക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ 7 കേസും സെറ്റിലായി. വർഷങ്ങളായിട്ട് എൻ്റെ ഹസ്ബൻഡ് അതിന് തന്നെ വേണ്ടി നടക്കുമായിരുന്നു. ഞങ്ങളുടെ ആ വക്കീലിന് കുറേ പൈസ കൊടുത്തിട്ടുണ്ട് ഈ പല കേസുകളുടെ പേരിൽ. അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ വേറെ ജോലിക്കൊന്നും പോകണില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആണെങ്കിലും ഇവിടെ വന്ന്, ഞാൻ സ്കൂളിൽ ടീച്ചറാണ്, റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസം തുടങ്ങി. പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ഈ പള്ളിയിലെ അച്ഛനും ആൾക്കാരൊക്കെ വന്ന് ഞാനിവിടെ പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛൻ ഇങ്ങനെ ഒരു പ്രാവശ്യം ധ്യാനത്തിൽ പറഞ്ഞു, അകന്ന് നിൽക്കുന്ന ദമ്പതികൾ പ്രാർത്ഥിക്കും, മുട്ടൻ നിന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ പ്രാർത്ഥിച്ച് 2 ആഴ്ച കഴിഞ്ഞാണ് ഹസ്ബൻഡും പള്ളിയിലെ അച്ഛനൊക്കെ വീട്ടിൽ വന്ന്, ഞങ്ങളൊരു വാടക വീട്ടിൽ, അതായത് മമ്മി താമസിക്കുന്നതിൻ്റെ തന്നെ അടുത്തൊരു ഫ്ലാറ്റിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ആ അനുഗ്രഹം എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇതിന് മുമ്പ് 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞ ആളാണ്, കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയത് വലിയൊരു അനുഗ്രഹമാണ്. ഈ കേസുകളെല്ലാം എൻ്റെ ജീവിതത്തിൽ 5 വർഷമായിട്ട് എന്നെ ക്യാൻസർ പോലെ ബാധിച്ചുകൊണ്ടിരുന്ന ഈ കേസുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ ഇപ്പം ഹസ്ബൻഡിനും ഞങ്ങളുടെ കുടുംബത്തിലും ഒരു സമാധാനമായി. വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാൻ ഹസ്ബൻഡിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ ആൾ ഇനിയൊരു വേറൊരു കാര്യം, ഇപ്പോൾ ആൾ ചിരിക്കാനൊക്കെ തുടങ്ങി. മറ്റേ ചിരിക്കുകയോ സിനിമ കാണുകയോ അങ്ങനെ എന്തെങ്കിലും തമാശ അധികം പറയുകയോ അങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ ആൾക്കും വലിയൊരു മാറ്റം വന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബാന്തരീക്ഷം മാറി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും അനന്തമായ കോടി നന്ദി. പിന്നെ എൻ്റെ അനിയത്തി ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും ഇവിടെ ഉടമ്പടി ചെയ്തത് 2019 അപ്പോൾ അനിയന് വേണ്ടിയിട്ടായിരുന്നു ഉടമ്പടി ചെയ്തത്. അനിയത്തിൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട്. ഹാർട്ട്, ലിവർ, കിഡ്നി എല്ലാം ഡാമേജ് ആയിരുന്നു. അനുജൻ കുടിക്കുകയായിരുന്നു. അങ്ങനെ പക്ഷെ അത് കുടുംബത്തിൽ അറിഞ്ഞെങ്കിലും
അനിയത്തിയോട് പറയാതെ 5 കൊല്ലം അത് മറച്ചു വെച്ചു. അപ്പോൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അനിയന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അനിയത്തിയുടെ അളിയൻ, അതായത് പെങ്ങളുടെ ഭർത്താവ്, അവിടെ തൃശ്ശൂർ സിൽവർ ജൂബിലി ഹോസ്പിറ്റലിലെ മെയിൻ ഫിസിഷ്യനായിരുന്നു. അപ്പോൾ മരുമോനോടും അവിടുത്തെ ഡാഡി പറഞ്ഞു പറയരുത്, കാരണം ഇവർ തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ തകർന്നു പോകും, അതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷേ അത് നല്ല ഉദ്ദേശത്തെ കരുതിയാണ് ചെയ്തെങ്കിലും അനിയന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു ഇതിൽ പിന്നെ പെട്ടെന്ന് ഒരു പ്രാവശ്യം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു 2 മാസം മുമ്പ് ഈ അനിയൻ്റെ കാലിന് നീര് വന്നു. നീര് കണ്ട് ഈ അനിയത്തി പിള്ളേരിപ്പോൾ വലുതായി, അവളുടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അപ്പോൾ മോനും എല്ലാവരും സ്ട്രോങ് ആയിട്ട് പറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയപ്പോഴാണ് അവസാനം അളിയന് പറയേണ്ടി വന്നു, ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ വന്നതാണ്, സിറോസിസ് ഉണ്ട്, അപ്പോൾ ലിവർ കിഡ്നിയൊക്കെ ഡാമേജാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അനിയത്തിക്ക് അത് വലിയ ഷോക്കായിരുന്നു. അവൾക്കത് ഉൾക്കൊള്ളാൻ, ഞങ്ങളുടെ കുടുംബത്തിന് അത് ഉൾക്കൊള്ളാൻ വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പോഴാണ് ഞാനിവിടെ ഈ പള്ളിയെപ്പറ്റി കേട്ട്, കൃപാസനത്തെപ്പറ്റി കേട്ട് ഇവിടെ വന്ന് അനിയൻ്റെ പേരിൽ ഉടമ്പടി എടുത്തത്. അനിയന് ഇപ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയോ പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയോ അങ്ങനെ യാതൊരു വിശ്വാസവും. അനിയത്തിയാണെങ്കിൽ ഞാനിവിടെ ഉടമ്പടി എടുത്ത ആ ഉടമ്പടി രൂപം അനിയത്തിക്ക് കൊടുത്തു. എനിക്കറിയത്തില്ലായിരുന്നു എന്നെ കൊടുക്കരുത്. അപ്പോൾ അനിയത്തി അത് അനിയൻ്റെ ബെഡിൻ്റെ താഴെ ഇട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത്. അവൾ ബാങ്കിലൊരു മാനേജറാണ്. അപ്പോൾ അതിൽ പിന്നെ പക്ഷേ ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം കൊടുത്തെങ്കിലും അവൾ ഒരിക്കലും പ്രാർത്ഥിക്കുകയോ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതില്ല. കാരണം ബാങ്ക് മാനേജറാണ്. വയസ്സായൊരു അമ്മയുണ്ട് വീട്ടിൽ, 92 വയസ്സായ അമ്മ. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ ഈ ലിവറും കിഡ്നിയും എല്ലാം പ്രശ്നമായതുകൊണ്ട് പ്രത്യേക ഫുഡൊക്കെ പ്രത്യേക രീതിയിലാണ്. അപ്പോൾ അതെല്ലാം സർവൻ്റ് ഉണ്ടെങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്തു വരുമ്പോൾ പിന്നെ ബാങ്കിൽ ചെയ്യുമ്പോൾ ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നത് 8 മണിക്കായിരിക്കും. പിന്നെ വീട്, അപ്പോൾ അവൾക്ക് ഇതൊന്നും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. പിന്നെ അവൾ പ്രത്യേക ഒരു മൈൻഡ് സെറ്റിലേക്ക് പോയി. ഇങ്ങനെ ദുഃഖങ്ങൾ സഹിച്ച് വേറെ പ്രാർത്ഥനയൊന്നും അധികം ഇല്ലാത്ത, പ്രാർത്ഥനയ്ക്കുണ്ട് എങ്കിലും പുള്ളിക്കാരിക്ക് അധികം വിശ്വാസമില്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ ആയി. എപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെയല്ല, ദൈവം മാതാവ് കേൾക്കും, ദുഃഖം മാറും, അനിയന് സുഖമാവുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ ലിങ്ക് എടുത്ത് കൊടുക്കലും അവർക്ക് രണ്ടാൾക്കും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതുപോലെ അനിയൻ ഒരു വശം ഇങ്ങനെ തളർന്ന പോലെയായി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വശം അനങ്ങണില്ല. അപ്പോൾ നോക്കിയപ്പോൾ സ്ട്രോക്ക് വന്നതാ, ക്ലോട്ടിംഗ് ഉണ്ട്, ബ്രെയിനിലൊരു ഡ്രോപ്പ് ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ട്, സ്ട്രോക്ക് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ പാരലിസിസായി പോകുന്നതിന് മുമ്പ് ഈ 4 മണിക്കൂറിന് മുമ്പിലൊരു ഇഞ്ചക്ഷൻ ചെയ്താൽ പാരലിസിസായി പോകത്തില്ല, നമുക്ക് രക്ഷിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ അനിയനെ നോക്കുമ്പോൾ അനിയൻ പല ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, കിഡ്നി, ലിവർ, ഹാർട്ട്, എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിന് വേണ്ടിയിട്ട് മരുന്നും ഡയാലിസിസ്, ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു മെഡിസിൻ കഴിച്ചാൽ അതിന് പല സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ആരോഗ്യം അനിയനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അനിയത്തി ആദ്യമായിട്ട് ഹസ്ബൻഡിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെ കൃപാസനത്തിൽ വന്നോളാം എന്ന് പറഞ്ഞു. കാരണം ഒരു ട്രീറ്റ്മെൻറ്റും നമുക്ക് ചെയ്യാൻ പറ്റണില്ല, സ്ട്രോക്ക് വന്നിരിക്കുകയാണ്, ഒരു റൈറ്റ് സൈഡ് കംപ്ലീറ്റ് അനക്കാനും പറ്റണില്ല. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ നോക്കുമ്പോൾ കൈ അനങ്ങി അങ്ങനെ ശരീരഭാഗങ്ങളും പയ്യെ അനങ്ങി. അങ്ങനെ പിന്നെ ക്രമേണ ICU മാറ്റി ഡിസ്ചാർജ് ചെയ്ത് ഇപ്പോൾ വീട്ടിൽ വന്നു. അപ്പോൾ അനിയത്തി കൂടെ വന്നിട്ടുണ്ട്. അവൾക്കും നല്ല വിശ്വാസം. ആദ്യമായിട്ട് ഞാൻ 2019 ചെയ്തെങ്കിലും അവൾക്ക് ഇപ്പോഴാണ് ആ ഒരു വിശ്വാസം വന്നത്. അപ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട്, എൻ്റെ അനിയൻ്റെ ജീവിതം തിരിച്ച് അമ്മ ഞങ്ങൾക്ക് തരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത്രയും അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും അനന്തമായ നന്ദി, സ്തുതി, സ്തോത്രം.